നമുക്കറിയാം നമ്മൾ അല്ലെങ്കിൽ നമ്മൾ നിസ്സഹായരായി പോകുന്നൊരവസ്ഥയുണ്ടല്ലോ. അങ്ങനെ ഒരു അവസ്ഥയിൽ ഉള്ള ഒരു ജനവിഭാഗമായി ഇവിടെയുള്ളവർ മാറി എന്നതാണ് ഇന്നലത്തെ ഒരു അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കുക. തീർച്ചയായും അവരെ സംബന്ധിച്ചിടത്തോളം ഇതിനെ തടയാൻ പോലും കഴിയുന്നില്ല. ഇതൊരു വിധിയായി അനുഭവിക്കുക എന്ന് മാത്രം, അത് മാത്രം മുന്നിലുള്ളൂ. മറ്റൊന്നുമില്ലാണ്ട് നിസ്സഹായരായി നോക്കി നിൽക്കുന്നു. ആ സമയത്ത് വീടും മുറ്റവരും ഒക്കെ തന്നെ ഒഴുകിപ്പോകുന്നു. അത് കണ്ടുകൊണ്ട് നിൽക്കേണ്ട ഒരു അവസ്ഥ, ഒരു അവസ്ഥയിലായി പോയി ഇവിടെയുള്ള ആളുകൾ എന്നതാണ്. അത്രയേറെ സങ്കടകരം തന്നെയാണ്. തീർച്ചയായും ഓരോ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൽ ഇങ്ങനെയൊന്നും ഉണ്ടാകരുത് എന്ന് തന്നെയാണ് നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നത്, പ്രാർത്ഥിക്കുന്നതും ഒക്കെ തന്നെ. തീർച്ചയായും ഇവിടെയുള്ള ആളുകൾ ഇത്രയും വലിയൊരു ദുരന്തം, ഒരു മുന്നറിയിപ്പ് ഒന്നും തന്നെ ഉണ്ടായിരുന്ന ഒരു പ്രദേശമായിരുന്നില്ല ഈ പറയുന്ന ചൂരൽമല അടക്കമുള്ള പ്രദേശം. പക്ഷേ വളരെ അപ്രതീക്ഷിതമായാണ് സംഭവിച്ചത്. അതും അത്യന്തം അതിതീവ്രമായി ഇങ്ങനെയൊരു ദുരന്തം ഉണ്ടാകുന്നു എന്നത്. ഇത്രയധികം വെള്ളവും മണ്ണും കല്ലും ഒക്കെ തന്നെ ഒലിച്ചിറങ്ങുന്നു. അതും രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത് നമ്മുടെ കിടപ്പറയിലേക്ക് അല്ലെങ്കിൽ അടുക്കളയിലേക്ക് വീട്ടുമുറ്റത്തേക്കൊക്കെ തന്നെ വലിയ കല്ലും മണ്ണും പാറക്കഷ്ണങ്ങളും ഒക്കെ തന്നെ എത്തുക എന്ന് പറയുന്നത് തീർച്ചയായും നമ്മളെ സംബന്ധിച്ചിടത്തോളം അത്യന്തം സങ്കടകരമാണ്. മാത്രമല്ല ഇതിൻ്റെ ഇത്രയധികം മരണസംഖ്യ ഉയരുക എന്ന് പറയുമ്പോൾ അതിൻ്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് ഊഹിക്കാനാവുന്നതേ ഉള്ളൂ. അതിനപ്പുറം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ പരിക്കേറ്റവരുണ്ട്. ഗുരുതരമായി പരിക്കേറ്റ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ആളുകൾ. അങ്ങനെ ഈ ദുരന്തത്തിൻ്റെ ബാക്കി പത്രം അല്ലെങ്കിൽ ദുരന്തത്തിൻ്റെ വ്യാപ്തി എന്ന് പറയുന്നത് അത് വലിയതാണ്. അത് നമ്മൾ ചിന്തിക്കുന്നതിലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതിലും അപ്പുറമാണ് എന്നതാണ്. ഒരു പ്രദേശം തന്നെ അപ്പാടെ ഇല്ലാതായി പോകുന്നു. ഇതുവരെയും കളിച്ച് ചിരിച്ച് ഉല്ലസിച്ച് നടന്ന ആളുകൾ അവരുടെ സ്വന്തം നാടും സ്വന്തം വീടും ഉറ്റവരെയും ഒന്നും തന്നെ ആ രീതിയിൽ കാണാൻ കഴിയാത്തൊരവസ്ഥ. തീർച്ചയായും അത് നമ്മൾ ഓരോ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അത്രയധികം സങ്കടം, നിസ്സഹായതയും ഒക്കെ തന്നെ അവരുടെ മനസ്സിൽ ഉണ്ടാക്കുന്ന ഒന്ന് തന്നെയാണ്. തീർച്ചയായും അത്തരം കാഴ്ചകൾ തന്നെയാണ് കാണാൻ കഴിയുന്നത്. തങ്ങൾ ഇത്രയും കാലം ജീവിച്ച അല്ലെങ്കിൽ ഇത്രയും ഒരായുസിൻ്റെ സമ്പാദ്യം കൊണ്ട് അവർ സ്വരുക്കൂട്ടി അവർ ഉണ്ടാക്കിയ വീട് അതൊന്നും തന്നെ കാണാനില്ല എന്ന് പറയുമ്പോൾ, ആ പ്രദേശം തന്നെ ഒലിച്ചു പോയി എന്ന് പറയുമ്പോൾ, ആ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം, ആളുകളെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായും അത്യന്തം അത് വേദനാജനകമാണ്. അത് സഹിക്കാവുന്നതിലും അപ്പുറമാണ്. ഇതൊക്കെ നിസ്സഹായരായി നോക്കി നിൽക്കേണ്ടി വരുന്ന ഈ ആളുകളെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായും അത്യന്തം വേദനിപ്പിക്കുന്ന ഒന്ന് തന്നെയാണ് ഈ കാഴ്ചകൾ എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഏതായാലും ചെറിയ കുട്ടികൾ, സ്ത്രീകൾ ഒക്കെ തന്നെ, പ്രായമായ മനുഷ്യരൊക്കെ തന്നെ ഇന്നലെ രാത്രി അനുഭവിച്ചത് അത് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കുന്നതിനും അപ്പുറത്താണ് എന്നതാണ്. അവരെ സംബന്ധിച്ചിടത്തോളം വളരെ പെട്ടെന്ന് എല്ലാം നഷ്ടമാകുന്നു. വെള്ളവും കല്ലും മണ്ണും ഒക്കെ തന്നെ വീടിനുള്ളിലേക്ക്, മുറികൾക്കുള്ളിലേക്ക് ഇരച്ചെത്തുന്നു. എന്ത് ചെയ്യും? ഒന്നും ചെയ്യാൻ കഴിയാത്തൊരവസ്ഥ. കാരണം എന്ത് സംഭവിക്കാം. നേരത്തെ ഒരു ചേട്ടനുമായി സംസാരിച്ചപ്പോൾ ആ ചേട്ടൻ പറഞ്ഞത്, ഞാൻ വീടിൻ്റെ വാതിൽക്കൽ ഇങ്ങനെ നിൽക്കുകയാണ്, അപ്പോൾ കല്ലും മണ്ണും ഒക്കെ വരുന്നുണ്ട്, ഭാഗ്യത്തിന് എൻ്റെ നേരെ വന്നില്ല, അതൊരു മറ്റൊരു വശത്ത് കൂടിപ്പോയി, അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു എന്നതാണ്. അല്ലെങ്കിൽ ഇന്ന് ഇങ്ങനെ നിങ്ങളോട് സംസാരിക്കാൻ ഞാൻ ഉണ്ടാക്കി എന്ന് ആ ചേട്ടൻ പറയുന്നു. അപ്പോൾ തീർച്ചയായിട്ടും അതായിരുന്നു ഒരവസ്ഥ. എല്ലാം നിസ്സഹായരായി എല്ലാത്തിനെയും നോക്കി നിൽക്കേണ്ട ഒരു അവസ്ഥ, ഒരു ഗതികേട് ആ മനുഷ്യർക്കുണ്ടായി എന്ന് തന്നെയാണ്. തീർച്ചയായും അവർ ചെയ്യാത്തൊരു തെറ്റിന് അല്ലെങ്കിൽ ഇങ്ങനെയൊരു സംഭവം അവർ പോലും ശരിയാണ് ഫെലിക്സ്, പലരും പറഞ്ഞതുപോലെ എന്തോ ഒരു നിമിഷത്തിന്റെ ഭാഗ്യത്തിൽ നിന്ന് രക്ഷപ്പെട്ടു, അല്ലെങ്കിൽ നിങ്ങളോട് ഇങ്ങനെ സംസാരിക്കാൻ ഞാൻ ഉണ്ടാവില്ലായിരുന്നു എന്ന് അങ്ങനെ പല മനുഷ്യരും അങ്ങനെ ഒരു സെക്കൻഡിലോ ഒരു ചെറിയ പുൽനാമ്പിലോ പിടിച്ച് തങ്ങളുടെ ജീവിതത്തിലേക്ക് തിരികെ കയറിയവരാണ്.